എല്ലാവർക്കും സുവോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻസിലെ ആദ്യത്തെ സലൈവറി ഗ്ലാൻഡിനെ കുറിച്ചിട്ടും ഗ്യാസ്ട്രിക് ഗ്ലാൻസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ലിവറാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ലിവറിൽ കാണുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം നമുക്ക് ലിവർ എടുക്കാം. ലിവറിൽ കാണുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ്, ലിവറിൽ കാണുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് ബൈലാണ്. ഇനി ബൈലിൽ കാണുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൈലിൽ കാണുന്ന കമ്പോണൻസ് പിഗ്മെൻറ്റ്സ് ആണ്. ബൈലിൽ കാണുന്നത് ബിലിവെർഡിൻ, ബിലിറൂബിൻ എന്നിങ്ങനെ രണ്ട് പിഗ്മെൻറ്റ്സ് ആണ് ഏതിൽ കാണുന്നത്, ബൈലിൽ കാണുന്നത്. അവയുടെ ഫങ്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബൈലിൽ എന്തൊക്കെയാണ് കാണുന്നത്, ബിലിവെർഡിനും ബിലിറൂബിനും ഉള്ള പിഗ്മെൻറ്റ്സ് ആണ് കാണുന്നത്. അതിൻ്റെ ഫങ്ഷൻ വരുന്നത് ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അപ്പോൾ ബിലിവെർഡിൻ്റെയും ബിലിറൂബിൻ്റെയും ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. അതുപോലെ തന്നെ ആക്ടിവേറ്റ് ലിപ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിമൂവ് ദി അസിഡിക് നേച്ചർ ഓഫ് ഫുഡ്. അപ്പം മൂന്നാമത്തെ ഗ്ലാൻഡായ ലിവറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ലിവറിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് ബൈലാണ്. ബൈലിൽ കാണുന്ന കമ്പോണൻസ്, അതിൽ പിഗ്മെൻറ്റ്സ് ആണ് കാണുന്നത്. പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ബിലിവെർഡിനും ബിലിറൂബിനുമാണ് കാണുന്നത്. അവയുടെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബിലിവെർഡിനും ബിലിറൂബിനും നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, രണ്ടാമത് ആക്ടിവേറ്റ് ലിപ്പേസ്, 3 റിമൂവ് ദി അസിഡിക് നേച്ചർ ഓഫ് ഫുഡ്. ഇനി നമുക്ക് അടുത്തത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പാൻക്രിയാസ് എന്താണെന്ന് നോക്കാം. പാൻക്രിയാസിൽ കാണുന്ന ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പാൻക്രിയാസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പാൻക്രിയാസിൽ കാണുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് ഏതിൽ കാണുന്നത്, ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് ഏതിൽ കാണുന്നത്, പാൻക്രിയാസിൽ കാണുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. ട്രിപ്സിൻ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇതൊക്കെ എന്താണ്, പ്രോ എൻസൈംസ് ആണ് കേട്ടോ. അതായത് ഇനാക്റ്റീവ് സ്റ്റേജിലാണ് ഇവരൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ അമിലേസും ഏതിൽ കാണുന്നുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്നുണ്ട്. ലിപ്പേസ്, ന്യൂക്ലിയേസ്, ഇത്രയും കാര്യങ്ങൾ ഏതിൽ കാണുന്നുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ നോക്കാം, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, കാർബോക്സിപെപ്റ്റിഡേസ്. ഇത് മൂന്നും എന്താണ്,
പ്രോ എൻസൈംസ് ആണ്. അതായത് ഇനാക്റ്റീവ് സ്റ്റേജിലുള്ള എൻസൈംസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോ എൻസൈംസ് എന്ന്. അതുകൂടാതെ അമിലേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്, ന്യൂക്ലിയേസ് ഉണ്ട്. ഇനി ഇവയുടെ ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവയുടെ ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ് ഇവ. അപ്പോൾ പ്രോട്ടീൻ, പെപ്റ്റോൺ, പ്രോട്ടിയേസ് എന്നിവയൊക്കെ ഡൈപെപ്റ്റൈഡുകൾ ആക്കി മാറ്റുന്നത്, ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത് ഏതൊക്കെയാണ്? ട്രിപ്സിനോജനും ട്രിപ്സിനോജനും കാർബോക്സി പെപ്റ്റിഡേസ് ഒക്കെ ആക്റ്റീവായി സ്റ്റേജിലുള്ള എൻസൈംസ് ആണ് ഇവയെ ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ അമിലേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നു. സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നത് ഏതാണ്? അമിലേസ് ആണ്. അതുപോലെ തന്നെ ലിപ്പേസ്, അതായത് ലിപ്പേസ് ഏതിനെയാണ്? ഫാറ്റിനെ ഡൈഗ്ലിസറൈഡ്സ്, മോണോഗ്ലിസറൈഡ്സ് എന്നിവയാക്കി മാറ്റുന്ന എൻസൈമാണ് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് പ്ലസ് ന്യൂക്ലിയോസൈഡ്സ് ഒക്കെ ആക്കി മാറ്റുന്നത് ആരാണ്? ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പാൻക്രിയാസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പാൻക്രിയാസിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്രോട്ടീൻ ഡൈജഷനുമായി ബന്ധപ്പെട്ട 3 പ്രോ എൻസൈംസ് കാണുന്നുണ്ട്. ആ പ്രോ എൻസൈംസ് ആക്റ്റീവായി സ്റ്റേജിലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പ്രോട്ടീൻസ് ഒന്ന് ഡൈജസ്റ്റായി അതെന്തായി മാറും? പെപ്റ്റോണും പ്രോട്ടിയേസൊക്കെ ആയി മാറും. അതിനെ വീണ്ടും ഡൈപെപ്റ്റൈഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു പ്രോ എൻസൈംസ് ആണ്. അതുപോലെ തന്നെ അമിലേസ് കാണുന്നുണ്ട്. അമിലേസ് എന്താണ് ഫങ്ഷൻ? അമിലേസ് എന്ന് പറഞ്ഞാൽ എൻസൈം സ്റ്റാർച്ചിനെ ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് എന്താണ് ചെയ്യുന്നത്? ഫാറ്റിനെ മോണോഗ്ലിസറൈഡും ഡൈഗ്ലിസറൈഡും ഒക്കെ ആക്കി മാറ്റും. അതായത് സിമ്പിൾ ഫോമിലേക്ക് ആക്കി മാറ്റുകയാണ്. ഇതൊക്കെ ഇത്തിരി കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് മോണോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ രൂപമല്ലേ. അപ്പോൾ സിമ്പിൾ ആക്കി മാറ്റുന്നതാണ് ഇവയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിപ്പേസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് ന്യൂക്ലിയസിൻ്റെ കാര്യമാണ്. ന്യൂക്ലിയസ് എന്താണ് ചെയ്യണത്? ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ്സും പിന്നെ എന്താണ് ആക്കി മാറ്റുന്നത്? ന്യൂക്ലിയോസൈഡ്സും ഒക്കെ ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാൻക്രിയാസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇനി ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത്. അതായത് സക്കസ് എൻറ്ററിക്കസ് എന്നാണ് മറ്റൊരു നെയിം. ഇനി ഇതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏതൊക്കെയാണ്? മാൾട്ടേസ് ഉണ്ട്, ലാക്ടേസ് ഉണ്ട്, സൂക്രേസ് ഉണ്ട്. ഇനി വേറെ എന്താണ്? പെപ്റ്റിഡേസ് ഉണ്ട്. അതായത് ഡൈപെപ്റ്റിഡേസ് ഉണ്ട്. ഡൈപെപ്റ്റിഡേസ് ഉണ്ട്. ലിപ്പേസ് ഉണ്ട് കേട്ടോ. ലിപ്പേസ് അത് ആദ്യം എഴുതട്ടെ. ലിപ്പേസ് ഉണ്ട്. അതുകൂടാതെ ന്യൂക്ലിയോസിഡേസ് ഉണ്ട്. ന്യൂക്ലിയോസിഡേസ് ഉണ്ട്. ഇനി ആക്ഷൻ
ആക്ഷൻ എന്താണെന്ന് നോക്കാം. മാൾട്ടേസും ലാക്ടേസും സൂക്രേസും ഒക്കെ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. അപ്പോൾ എന്താണ്, ഡൈസാക്രൈഡ്സിനെ മോണോസാക്രൈഡ്സ് ആക്കി മാറ്റുന്നതാണ് ഏത്, മാൾട്ടേസും ലാക്ടേസും സൂക്രേഡ്സും ഒക്കെ. അപ്പോൾ മാൾട്ടോസിനെ എന്താക്കി മാറ്റും, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതേപോലെ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നത് ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇനി സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത് ഏതാണ്, സൂക്രേസ് എന്ന് പറഞ്ഞ എൻസൈംസ് ആണ്. ഇനി ഡൈപെപ്റ്റിഡേസ്, അതായത് ഡൈപെപ്റ്റൈഡ്സിനെ, പ്രോട്ടീൻ ഡൈജഷനുമായി ബന്ധപ്പെട്ടതാണ്. ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത്, അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നത് ഏതാണ്, ഡൈപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇനി ലിപ്പേസ്, ഡൈഗ്ലിസറൈഡ്സ്, മോണോഗ്ലിസറൈഡ്സ് അവയൊക്കെ എന്താക്കി മാറ്റാണ്, ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് ഏതാണ്, ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇനി ന്യൂക്ലിയോസൈഡേസ്, അതായത് ന്യൂക്ലിയോസൈഡ്സിനെ ഷുഗർ പ്ലസ് ബേസ് ഫോമിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്, ന്യൂക്ലിയോസൈഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഡൈജഷൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ്, മൗത്ത്, സ്റ്റൊമക്ക്, പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ, ലാസ്റ്റ് ഇങ്ങോട്ട് ഇതിലേക്ക് എത്തുമ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ ആക്ഷൻ അവിടെ നടന്നു വരുമ്പോൾ എന്താണ്, ഈ ഡൈ ഫോമിലുള്ളതിനൊക്കെ സിമ്പിൾ ഫോം, മോണോ ഫോമിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മൾ കഴിച്ച ഫുഡൊക്കെ എന്താക്കി മാറ്റിണ്ടാവും, സിമ്പിൾ ഫോമിലേക്കായി മാറി. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ എന്തായി മാറി, അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ് അമിനോ ആസിഡ്. അതായത് അമിനോ ആസിഡ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോള്, ന്യൂക്ലിക് ആസിഡ്സ് എന്താണ്, ഷുഗറും ബേസും ചേർന്നതാണ്. അപ്പോൾ അതിനൊക്കെ സിമ്പിളാക്കി മാറ്റി അബ്സോർബ് ചെയ്യേണ്ട ഫോമിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസിൽ കമ്പോണൻസ് മാൾട്ടേസ് ഉണ്ട്, മാൾട്ടോസിനെ